വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എംപിമാർ നടത്തിയ മാർച്ചിൽ നാടകീയ രംഗങ്ങൾ. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷം ഉപേക്ഷിച്ചു. പാർലമെന്റ് പരിസരത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു പ്രകടനം നടന്നത്. മലയാളം അടക്കമുള്ള ഭാഷകളിൽ വോട്ട് മോഷണം എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, കനിമൊഴി, സുപ്രിയ സുലെ തുടങ്ങിയ മുൻനിര നേതാക്കളടക്കം 300 എംപിമാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മോദി ചോർ ഹേ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11:30 പാർലമെന്റിൽ നിന്ന് കാൽനടയായി ആരംഭിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിരിഞ്ഞു പോകണമെന്ന് പോലീസ് എംപിമാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ എംപിമാർ തയ്യാറായില്ല. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എംപിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച എംപിമാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രിയങ്ക പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കരുതെന്ന് ശശി തരൂർ പ്രതികരിച്ചു. The Election Commission, I believe, not only has a responsibility to the nation, but it has a responsibility to itself. That there should not be any doubts left in the minds of the public. മാർച്ചിനിടെ ബഹുവ മൊയ്ത്ര എംപിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചികിത്സ നൽകണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. ഇത് രാഷ്ട്രീയ പോരാട്ടമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. एक्चुअली बात नहीं कर सकते, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, 1 man 1 वोट की लड़ाई है. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമയം അനുവദിച്ചിരുന്നു. എന്നാൽ കമ്മീഷനെ കാണുന്നതിൽ നിന്ന് പ്രതിപക്ഷ എംപിമാർ പിന്മാറി. എല്ലാ എംപിമാരെയും കമ്മീഷണർമാരെ കാണാൻ അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ 30 പേരെ അനുവദിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പിന്മാറ്റം. കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ എംപിമാർ മാർച്ച് നടത്തിയത്. കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുലിന്റെ ആരോപണം തള്ളിയിരുന്നു. തെളിവ് ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി വിവാദ പരാമർശം നടത്തിയ കർണാടക മന്ത്രി KN രാജണ്ണയെ പുറത്താക്കി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. കോൺഗ്രസ് ഭരണകാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും വേണ്ട സമയത്ത് പരാതി അറിയിച്ചില്ല എന്നുമുള്ള രാജണ്ണയുടെ പരാമർശമാണ് വിവാദമായത്. വോട്ടർ പട്ടികയിൽ രാജ്യവ്യാപകമായി ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ദേശീയ തലത്തിൽ സുപ്രധാന നീക്കങ്ങൾ നടത്തുമ്പോഴാണ് സ്വന്തം പാർട്ടിയിലെ മന്ത്രി തന്നെ നേതൃത്വത്തെ വെട്ടിലാക്കി രംഗത്തെത്തിയത്. കോൺഗ്രസ് ഭരണകാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും വേണ്ട സമയത്ത് പരാതി അറിയിച്ചില്ലെന്നുമാണ് രാജണ്ണ പറഞ്ഞത്. പിന്നാലെ പ്രസ്താവന വിവാദമായി. ഒടുവിൽ രാജി ചോദിച്ചു വാങ്ങുന്നതിലേക്ക് കാര്യങ്ങളെത്തി. രാജണ്ണയുടെ മകൻ രാജേന്ദ്രയാണ് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയതെന്നാണ് സൂചന. അതേസമയം നാടകീയ സംഭവങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറിയത്. രാജിവെച്ചിട്ടില്ലെന്ന് രാജണ്ണ നിയമസഭയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുമെന്നും വ്യക്തമാക്കി. രാജിയിൽ വ്യക്തത വേണമെന്ന് പ്രതിപക്ഷ BJP നേതാക്കളും ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിയുടെ രാജി സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന നിയമസഭയിൽ നടത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ലാത്തതിനാൽ സിദ്ധരാമയ്യ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വിശ്വസ്തനാണ് രാജണ്ണ. വസ്തുത അറിയാതെ രാജണ്ണയോട് ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് നേരത്തെ DK ശിവകുമാർ ആവശ്യപ്പെട്ടിരുന്നു. Mr. KN Rajanna is totally false. He doesn't know. My chief minister will reply to it, and my party high command. And your party leader has to my party, Delhi, and the chief minister will react to it. ഉപമുഖ്യമന്ത്രി ശിവകുമാറിനെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മാറ്റണമെന്ന് രാജണ്ണ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് സർക്കാരിൽ നേതൃമാറ്റമുണ്ടാകുമെന്നും സെപ്റ്റംബറിൽ സുപ്രധാന സംഭവ വികാസം ഉണ്ടാകുമെന്നുമുള്ള രാജണ്ണയുടെ പ്രസ്താവന വിവാദമായിരുന്നു. സത്യം പറഞ്ഞതിന് രാജണ്ണയ്ക്ക് വലിയ വില നൽകേണ്ടി വന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര പ്രതികരിച്ചു. It's the responsibility of Rahul Gandhi as well as Siddaramaiah and DK Shivakumar to give the response. But without doing this, since Rajanna has spoken truth,
since Rajanna, the senior minister, has exposed the ruling Congress party. ന്യൂസ് ഡെസ്ക് അമൃത TV. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തതായി പരാതി. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഉടമയെ അറിയാതെ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന് ഫ്ളാറ്റ് ഉടമ പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C എന്ന ഫ്ളാറ്റിലാണ് ക്രമക്കേട് നടന്നത്. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ടുള്ളതെന്നും ബാക്കി അംഗങ്ങൾക്ക് പൂച്ചിന്നിപ്പാടത്താണ് വോട്ടെന്നും ബാക്കിയുള്ളവ ആര് ചേർത്തുവെന്ന് അറിയില്ലെന്നും കള്ളവോട്ടുകളെക്കുറിച്ച് പരാതി നൽകിയിരുന്നുവെന്നും ഫ്ളാറ്റ് ഉടമ പ്രസന്ന പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ 4Cയുടെ പേരിൽ 9 വോട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം വോട്ടുള്ളൂ. ഞങ്ങൾക്ക് പൂച്ചിനിപ്പാടത്താണ് ഞങ്ങളുടെ തറവാടും കാര്യങ്ങളൊക്കെ, അവിടെയാണ് ഞങ്ങൾക്ക് വോട്ട്. അപ്പോൾ എൻ്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല അവിടെ വോട്ട് വന്നപ്പോൾ. അങ്ങനെയാണ് ഇവിടെ എൻ്റെ പേര് ചേർത്തത് കഴിഞ്ഞ പ്രാവശ്യം. തൃശൂർ അയ്യന്തോൾ, കാഞ്ഞിരപ്പള്ളത്തെ വാട്ടർ ലില്ലി, പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ്, ഇൻലാൻഡ്, ഉദയാനഗർ തുടങ്ങിയ ഫ്ളാറ്റുകളിലെ ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെ വലിയൊരു വിഭാഗം ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിന്റെ മറവിലാണ് വോട്ടർ പട്ടികയിൽ ഈ ഫ്ളാറ്റുകളുടെ അഡ്രസ് നൽകി വോട്ട് ചേർത്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചുവെന്നും മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുവോമോട്ട് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് അതിൻ്റെ സൗന്ദര്യം ശരിയെന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങളൊക്കെ ഇനി സത്യവാങ്മൂലം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടി ഒന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തുടനീളം BJP നടത്തിയ തിരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നുവെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ആരോപിച്ചു. ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന BLOമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടികൾ അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ക്രമക്കേട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇങ്ങ് അറ്റത്ത് കേരളത്തിലെ BJPയുടെ ഒരു MP ജയിച്ച തൃശ്ശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ പ്രാഥമികമായ ആ തെളിവ് സഹിതം ഞങ്ങൾ പറയാം. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചുവെന്നും കൗണ്ടിംഗ് ദിവസം മുതൽ അട്ടിമറി ശ്രമം നടന്നിരുന്നുവെന്നും K മുരളീധരനും ആരോപിച്ചു. ഇതിലെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് ആദ്യം പരാതി പറഞ്ഞ UDF ആണ്. ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച വോട്ടുകൾ മറ്റു ജില്ലകളിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റിച്ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയിരുന്നവരെ യഥാർത്ഥ ഫ്ളാറ്റ് ഉടമയ്ക്ക് പരിചയം പോലുമില്ല എന്നതാണ് വിഷയം ഗൗരവമാക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്നത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തു. കൂടുതൽ വിവരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണം. വോട്ടർ പട്ടിക പുറത്തുവന്നാൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും VD സതീശൻ പറഞ്ഞു. തൃശ്ശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ വോട്ടർ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത് കാണിച്ച ഒറ്റമുറിയിലുള്ളൊരു വീട്ടിൽ 60 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ തൃശ്ശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ്. അത് അവിടെ നടത്തിയ വലിയ തോതിലല്ലെങ്കിൽ പോലും ഇവിടെ വ്യാപകമായി തൃശ്ശൂരിൽ അത് നടത്തിയിട്ടുണ്ട്. അത് ഒരു രഹസ്യവും മൂടിവെക്കാൻ പറ്റില്ല. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറിന്റെ സർക്കുലർ വിവാദത്തിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 14 സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. മുഴുവൻ സർവകലാശാല VCമാർക്കും ഗവർണർ സർക്കുലർ നൽകിയിട്ടുണ്ട്.
വിവിധ സെമിനാറും വിഭജന ഭീതി പ്രമേയമാക്കുന്ന നാടകങ്ങളും പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന മട്ടിൽ സംഘടിപ്പിക്കണമെന്നാണ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നൽകിയ സർക്കുലറിലുള്ള നിർദ്ദേശം. അർഹമായ പ്രാധാന്യത്തോടെ ഈ ദിവസം ഓർമ്മപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. രാജ്ഭവനിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കവും ഭരണപ്രതിസന്ധിയും പരിഹരിക്കാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഉത്തരവ്. എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ ആഹ്വാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. സർക്കുലർ ഭരണഘടനാ വിരുദ്ധമെന്നും സർവകലാശാലകളെ RSS അജണ്ടയ്ക്ക് വിട്ടു നൽകില്ലെന്നും മുഖ്യമന്ത്രി. സർക്കാരിന് സമാന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. വിഭജന ഭീതി ദിനം നെറികെട്ട ദേശദ്രോഹ നിർദ്ദേശമെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചു. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി സർവകലാശാലകൾ ആചരിക്കണമെന്ന് നിർദ്ദേശിച്ച് ഗവർണർ VC-മാർക്കാണ് സർക്കുലർ നൽകിയത്. എന്നാൽ ഈ ആഹ്വാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഭരണപ്രതിപക്ഷം ഉയർത്തുന്നത്. ഓഗസ്റ്റ് 15 പുറമെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധികേന്ദ്രമാണെന്നും ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവരാണ് സ്വാതന്ത്ര്യദിനത്തെ താഴ്ത്തിക്കെട്ടുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്കനുസൃതമായി രാജ്ഭവനിൽ നിന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത്തരം അജണ്ടകൾക്ക് സർവകലാശാലകളെ വിട്ടു നൽകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി വിഭജന ഭീതി ദിനം ആചരിക്കാനായി നിർദ്ദേശം നൽകാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സമാന്തരമായി ഗവർണർ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ ആഹ്വാനം നെറികെട്ട രാഷ്ട്രീയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. ഗവർണർ ആർലേക്കർ രാജ്ഭവനെ വീണ്ടും RSSന്റെ കാര്യാലയം പോലെ ആക്കുകയാണ്. ഇന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും അവയുടെ മുൻകൈയിൽ എല്ലാ കോളേജുകളിലും ഓഗസ്റ്റ് 14 ഹൊറർ ഡേ ആയിട്ട് ആചരിക്കണമെന്നാണ്. എന്തൊരു നെറികെട്ട ദേശദ്രോഹ പ്രവൃത്തിയാണെന്ന് എല്ലാ ഇന്ത്യക്കാരും ചോദിക്കുകയാണ്. ഭരണ പ്രതിപക്ഷത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ രാജ്ഭവന്റെ നീക്കമാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകില്ല. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഭേദഗതി ഓർഡിനൻസിന് അംഗീകാരം നൽകിയത്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച കേസ് ബുധനാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. സർക്കാർ നിയമനിർമ്മാണ കേസിന് ബലം പകരാനെന്ന വിലയിരുത്തലാണ് ഗവർണർ. മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസ് രാജ്ഭവന് കൈമാറിയിട്ടുണ്ടെങ്കിലും ഗവർണർ ഒപ്പിടില്ല. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. UGC മാനദണ്ഡങ്ങളും VC നിയമനം സംബന്ധിച്ച സുപ്രീം കോടതി നിർദ്ദേശവും പാലിക്കുന്നതിന് വേണ്ടിയാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയതെന്നാണ് സർക്കാരിന്റെ വാദം. VC-യായി നിയമിക്കുന്നയാളുടെ പ്രായം ഉയർത്തിയതാണ് പ്രധാന ഭേദഗതി. നിലവിൽ 61 വയസ്സായിരുന്ന പ്രായപരിധി 65 വയസ്സായി ഉയർത്തി. ഇതിനായി സർവകലാശാല നിയമത്തിന്റെ 6ാം ഉപവകുപ്പിലും ഭേദഗതി വരുത്തി. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിലും അഴിച്ചുപണി നടത്തി. 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പ്രതിനിധിയാകും കൺവീനറാകുക. ഇതിനു പുറമെ ചാൻസലറുടെ പ്രതിനിധി, UGC പ്രതിനിധി, സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് പ്രതിനിധി, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രതിനിധി എന്നിവർ അടങ്ങിയതായിരിക്കും സെർച്ച് കമ്മിറ്റി. ഇതിലൂടെ 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ 3 പേരുടെ പിന്തുണ സർക്കാരിന് ഉറപ്പാക്കാനാവും. സർക്കാരുമായോ സർവകലാശാലയുമായോ നേരിട്ട് ബന്ധമുള്ളവർ സെർച്ച് കമ്മിറ്റികളിൽ പാടില്ലെന്നാണ് VC നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിലെ സുപ്രീം കോടതി ഉത്തരവ്. ഡിജിറ്റൽ KTU താൽക്കാലിക VC നിയമന കേസ് ബുധനാഴ്ച വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. സ്ഥിരം VC നിയമനത്തിൽ സർക്കാരും ഗവർണറും യോജിച്ച തീരുമാനം എടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓർഡിനൻസിലൂടെ സ്ഥിരം VC നിയമനത്തിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിന് കോടതിയെ അറിയിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് അനുമതി തേടി ബെവ്കോ. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കുള്ള ബെവ്കോയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയാൽ അധിക വരുമാനമുണ്ടാകുമെന്നാണ് ബെവ്കോയുടെ വാദം.
ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി തേടി ബെവ്കോ. ഡ്രാഫ്റ്റ് ബിയറിനും ക്രാഫ്റ്റ് ബിയറിനും അനുമതി നൽകണമെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇവ വിൽക്കാൻ അനുമതി നൽകിയാൽ അധിക വരുമാനം ഉണ്ടാകുമെന്നും ബെവ്കോ നൽകിയ ശുപാർശയിൽ പറയുന്നു. ബ്രൂവറികളിൽ നിന്ന് തത്സമയം വിവിധ ഫ്ലേവറുകളിൽ ഉണ്ടാക്കുന്നതാണ് ക്രാഫ്റ്റ് ബിയർ. കുപ്പികളിലെ ബിയറിന് പകരം മെഷീനിൽ നിന്ന് നേരിട്ട് പകർന്നു നൽകുന്നതാണ് ഡ്രാഫ്റ്റ് ബിയർ. നിരവധി കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിദേശ ബിയർ വിൽപ്പനയ്ക്കും അനുമതി നൽകണമെന്നാണ് ബെവ്കോ ശുപാർശ നൽകിയിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയാൽ 500 കോടി അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കായി ബെവ്കോ ശുപാർശ നൽകിയിരുന്നെങ്കിലും ഇക്കാര്യം പരിഗണനയില്ലെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും എം.ബി. രാജേഷ് പറഞ്ഞിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ സർക്കാർ നിലപാട് അനുകൂലമായതിനാൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി ലഭിക്കുമെന്നാണ് ബെവ്കോയുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിതരണം ചെയ്യുകയാണെങ്കിൽ 500 കോടിയുടെ അധിക വരുമാനം ലഭിക്കുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടലൂരി. ശുപാർശ സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. ഓൺലൈൻ മദ്യവിൽപ്പന ഭാവിയിൽ സർക്കാർ അംഗീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ഹർഷിത അട്ടലൂരി അമൃത വാർത്തയോട് പറഞ്ഞു. കൂടും ഇഫ് നോട്ട് മോർ ദാൻ ദാറ്റ്. കാരണം നമുക്ക് വി ഹാവ് ദ ബെസ്റ്റ് ബീച്ചസ് ഇൻ ദ കൺട്രി, അത് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും പിന്നെ ടൂറിസ്റ്റ് എന്താ പറയുന്നത് ഗോവ, ബിക്കോസ് ഗോവ ദർ ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റിനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഇങ്ങനത്തെ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ് ആയാലും ശരി, ദിസ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്രയും ടൂറിസ്റ്റ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ സർക്കാർ നയം എക്സൈസ് മന്ത്രി എന്ന നിലയിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാട് കരുത്തിൽ വ്യക്തമാക്കുക മന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു. സർക്കാർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മദ്യനയത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി കേരളം. 6000 കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് അനുമതി തേടി ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 3323 കോടി രൂപ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഘട്ടങ്ങളിലായി വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം വെട്ടിക്കുറച്ച തുകയാണ് കേരളം തിരികെ ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കേരളത്തിന് കരകയറണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല സമീപനമുണ്ടാകണം. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രാലയവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളൊക്കെ മന്ത്രി KN ബാലഗോപാൽ ഉന്നയിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരണ്ടിയായി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കണമെന്ന നിർദ്ദേശം കേരളം പാലിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 3323 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. ഈ തുക അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്തപ്പോൾ 25% തുക സംസ്ഥാനമാണ് ചെലവഴിച്ചത്. ഇത് കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്ത തുകയായിരുന്നു. പിന്നീട് വായ്പയിൽ ഇത് വെട്ടിക്കുറച്ചിരുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. IGST വിഹിതത്തിൽ നിന്ന് കുറച്ച 965 കോടി രൂപ തിരിച്ചു നൽകണമെന്നും കേരളം കേന്ദ്രത്തിൽ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ അധിക വായ്പയും ഈ വർഷത്തെ അധിക വായ്പയും ക്രമീകരിച്ചപ്പോൾ കുറവ് വന്നതിലൂടെ 1877 കോടി രൂപ കുറച്ചിരുന്നു. ഇതും കേരളം ആവശ്യപ്പെടുകയാണ്. ഇത്തവണത്തെ വായ്പയിൽ വ്യവസ്ഥകളൊന്നുമില്ലാതെ 6000 കോടി രൂപ അധികമായി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. ഒരു വീടിനായുള്ള അപേക്ഷകൾ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുമ്പോൾ നിർമ്മിച്ച വീടുകൾ ഉപയോഗിക്കാൻ കഴിയാതെ നശിക്കുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിലുള്ളത്. സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള കുടുംബങ്ങൾ തകരുന്ന മേൽക്കൂരകൾക്ക് താഴെ ഭീതിയോടെയാണ് കഴിയുന്നത്. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞു വന്നിരുന്നവരെ പുനരധിവസിപ്പിക്കാനായാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. പക്ഷേ നടപ്പിലായത് ഇങ്ങനെയൊക്കെയാണെന്ന് മാത്രം. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡായ മയ്യനാട് സൗത്തിൽ കോടികൾ മുടക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു പുനരധിവാസ മേഖലയിലെ ദയനീയ കാഴ്ചകളാണിത്. കെട്ടിടത്തിനുള്ളിലെ കോൺക്രീറ്റ് പാളികൾ പല വീടുകളിലും ഇളകി വീണ് അപകടാവസ്ഥയിലാണ്. മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന പേടിയോടെയാണ് ഇവിടെ പലരും കഴിയുന്നത്. പൊട്ടിവീണ മേൽക്കൂരകൾ മൂലം പരിക്കേറ്റവരുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ പരിഹാരമായി ആരെ കാണണമെന്നോ ആരോട് പറയണമെന്നോ ഇവിടെ ജീവിക്കുന്നവർക്കറിയില്ല. വോട്ട് ചോദിച്ചെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യങ്ങൾ പറയുമ്പോൾ കൈപിടിച്ച് ഉറപ്പു നൽകും. ചിരിച്ചുകൊണ്ട് പരിഹരിക്കാമെന്ന് പറയും.
പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ കണ്ട് പലതവണ പരാതികൾ നൽകി. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. വാർഡ് മെമ്പർ ഷീലജയോട് ഇവിടെ കഴിയുന്നവർ അവരുടെ ദുരവസ്ഥ പറഞ്ഞപ്പോൾ മെമ്പറുടെ മറുപടി ഇതായിരുന്നു: ചേച്ചി, ഞങ്ങളുടെ ഈ റൂമൊക്കെ ഇടിഞ്ഞൊക്കെ വീഴുന്നില്ലേ ചേച്ചി, വീട് മൊത്തം ചോരുന്നു. അതേപോലെ അടുക്കളയുടെ ഫ്രണ്ട് മൊത്തം ഇടിഞ്ഞ് വീഴുകയാണ്. ഞങ്ങൾ എത്രയും നേരം രാത്രിയും പകൽ കിടന്ന് ഉറങ്ങുന്ന ഒരു പേടിയാണ് കിടക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഇത് അധികാരികളെ അറിയിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഇതിന്റെ ബാലൻസ് 2 കോടി രൂപ നമുക്കിത് ചെയ്യണം. അതിന് ഏതെങ്കിലും ഒരു കമ്പനിക്കാരെ ഏൽപ്പിച്ചെങ്കിലേ പറ്റും. നിങ്ങളെ പൈസ തരത്തില്ല. പൈസ തരാം, അത് അവർ തന്നെ വന്ന് ചെയ്യും. ഞങ്ങൾക്ക് അത് മതി. ഞങ്ങൾക്ക് കാശ് കൈ തരണ്ട. ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറയാം. ഇപ്പൊ കാര്യം എന്ന് വെച്ചാൽ വോട്ടിന്റെ കാര്യം വരില്ല. അതുകൊണ്ട് അവരിനിയിപ്പോ അതിന് വേണ്ടി എന്തെങ്കിലും കയറി ഇങ്ങൊക്കെ വരും. കാര്യം നിങ്ങൾക്ക് അത് ചെയ്തു തരാം, ഇത് സമയമാകുമ്പോൾ വോട്ട് ഇട്ട് കഴിഞ്ഞ് തീരുമ്പോൾ അവർ കൈ ഒഴിയും. പ്രദേശത്തെ മറ്റ് ജനവാസ മേഖലകൾക്ക് സമീപത്തേക്കാണ് ഇവിടെ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നത്. അതാകട്ടെ പൊട്ടിയൊലിച്ച് പ്രദേശമാകെ വ്യാപിച്ചതുമൂലം ദുർഗന്ധവും രോഗഭീതിയും ഉയർത്തുന്നു. പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തകരുടെ കണക്കുകളിൽ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഈ പ്രദേശങ്ങളിൽ നിരവധി റിപ്പോർട്ട് ചെയ്യുന്നതായി പറയുമ്പോഴാണ് അതിലേക്കു നയിക്കുന്ന ഈ ദുരവസ്ഥയെ പഞ്ചായത്ത് കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇവിടെ ചിലവാക്കിയത് 3.25 കോടിയോളം രൂപ, നിർമ്മിച്ചത് 80 വീടുകൾ, താമസമുള്ളത് 15 വീടുകളിൽ മാത്രം. വീടുകളില്ലാത്തവരുടെ നിരവധി അപേക്ഷകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലുള്ളപ്പോൾ ഇവിടെ വെറുതെ കിടന്ന് നശിക്കുന്നത് 65 വീടുകളാണ്. ഇതിൽ ഉത്തരം പറയേണ്ടത് ആരാണ്? ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് മൂലം ഇത്തരം അനാസ്ഥകൾ ഈ ജില്ലയിൽ വ്യാപകമായി തുടരുന്നു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. വീട് അനുവദിച്ചതായുള്ള അറിയിപ്പ് കിട്ടി പലരും ഇവിടെ വന്ന് നോക്കി പോകാറുണ്ട്. പക്ഷേ അവരൊന്നും പിന്നീട് മടങ്ങിയെത്താറില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി ഇപ്പോഴും ദുരിത ജീവിതത്തിൽ കഴിയുന്നത് വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കാം. മഴ പെയ്യുമ്പം സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ കൊല്ലത്തുനിന്ന് സുധീഷുണ്ട്. വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നതല്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം. 2 കോടി ഇതിനായി ഉണ്ടെന്ന് വാർഡ് മെമ്പർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പഞ്ചായത്ത് നാട്ടുകാരോട് ചോദിക്കുന്ന അവസ്ഥ. ഇങ്ങനൊരവസ്ഥ ഒരു പഞ്ചായത്തിനും ഉണ്ടാകാതിരിക്കട്ടെ. ഏതായാലും സുധീഷ് വിശദാംശങ്ങൾ നൽകും. സുധീഷ്, പറഞ്ഞതുപോലെ ഫണ്ടില്ലാത്തതല്ല, പക്ഷേ വലിയ അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഖില, നമ്മൾ ഇവിടെ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സംവിധാനത്തിലെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന പാളിച്ചകളാണ്. അതായത് ജില്ലയിൽ നിരവധി പേരാണ്, ലക്ഷക്കണക്കിന് പേരാണ് ഒരു വീടിനായി അപേക്ഷ കൊടുത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുന്നത്. ആ സമയത്താണ് ഇവിടെ 65 വീടുകളോളം ഇത്തരത്തിൽ ആരും ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ ഇവിടെ ജീവിച്ചു വരുന്നവരുടെ അവസ്ഥ അതിദയനീയമാണ്. അവർക്ക് ഏതു നിമിഷവും അപകടം സംഭവിക്കാം. പൊട്ടി വീഴാറായ ഒരു കോൺക്രീറ്റ് പാളിക്കുള്ളിൽ കഴിയേണ്ട ഒരു അവസ്ഥ എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഈ ഒരു പുനർനിർമ്മാണത്തിന്, സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ഒരു ഫ്ളാറ്റിന് ഏകദേശം 3,24,000 രൂപയോളം ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കോ മറ്റോ ഇത്തരത്തിലൊരു ഫണ്ട് ചിലവഴിച്ച് കാണുന്നില്ല എന്നതാണ് ഇവിടെ കഴിഞ്ഞു വരുന്നവരുടെ പ്രധാന ആക്ഷേപം. അത്തരത്തിലുള്ള ആക്ഷേപം ഉയരുമ്പോൾ തന്നെയും ജില്ലാ പഞ്ചായത്ത് പറയുന്നുണ്ട് ഈ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനാവശ്യമായ 2 കോടിയോളം രൂപ അവരുടെ കൈവശമുണ്ട്. പക്ഷേ അതെങ്ങനെ ചെലവഴിക്കണമെന്ന് അവർക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു വരുന്നവർ ഏതു നിമിഷവും ഒരു അപകട ഭീതിയിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇവർ ഇവിടെ നിന്നും ഇവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഉപയോഗം കഴിഞ്ഞ് ഇവിടെ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന മലിനജലവും മറ്റുമൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അല്ലെങ്കിൽ പുരയിടത്തിലാണ് അത് ശേഖരിക്കുക അല്ലെങ്കിൽ അതിന് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതും ഈ പൊട്ടി ഒലിച്ച് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരം കാഴ്ചകളും ഇവിടെ കാണാൻ കഴിയുന്നു. തൊട്ടടുത്ത് തന്നെ മറ്റ് താമസക്കാരുണ്ട്, നിരവധി വീടുകളുണ്ട്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട്. ഈ മഴക്കാലത്തും മറ്റുമൊക്കെ തന്നെ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ചുറ്റുപാടുമുള്ളവരുടെ സുരക്ഷയോ അല്ലെങ്കിൽ ഇവിടെ കഴിയുന്നവരുടെ സുരക്ഷയോ ജില്ലാ പഞ്ചായത്ത് എന്തുകൊണ്ട് അല്ലെങ്കിൽ മയ്യനാട് പഞ്ചായത്ത് എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഗൗരവമായ ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഇവിടെ പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം. അഖില, ശരി, സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ആവശ്യമായ നടപടികൾ സർക്കാർ എടുക്കുകയാണെങ്കിൽ കുറേയധികം പേർക്ക് കൂടി ജീവിക്കാനൊരു കൂര ലഭിക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി ഫോണിൽ ചർച്ച നടത്തി. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് സെലൻസ്കി മോദിയോട് വിശദീകരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മോദിയോട് സെലൻസ്കി വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് സെലൻസ്കിയും മോദിയും തമ്മിലുള്ള ചർച്ച. ഗാസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. അൽ ജസീറയുടെ റിപ്പോർട്ടറും ക്യാമറാമാനും അടക്കം 5 പേർ കൊല്ലപ്പെട്ടു. അൽഷിഫ ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ മാധ്യമപ്രവർത്തകർക്കായുള്ള ടെന്റിൽ ഇരിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കറസ്പോണ്ടന്റായ അനസ് അൽ ഷെരീഫ്, മുഹമ്മദ് ഖ്രീഖ്, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹേർ, മുഹമ്മദ് നൌഫൽ, മോമെൻ അലീവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അൽഷിഫ ആശുപത്രി ഗേറ്റിന് സമീപം ഇവർ കഴിഞ്ഞിരുന്ന ടെന്റിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഗാസ മുനമ്പിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരേ ഒരു ശബ്ദമായിരുന്നു മാധ്യമപ്രവർത്തകനായ അൽ ഷെരീഫിൻ്റേതെന്ന് അൽ ജസീറ അധികൃതർ പറയുന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഒരു യൂണിറ്റിനെ നയിച്ചിരുന്നത് അൽ ഷെരീഫ് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. കൊല്ലപ്പെട്ട അൽ ഷെരീഫിനെ പത്രപ്രവർത്തകനായ വേഷം മാറിയ ഹമാസ് ഭീകരൻ എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. കൊല്ലപ്പെട്ട മറ്റു മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ഇസ്രായേൽ മൗനം പാലിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നവും ആസൂത്രിതവുമായ ആക്രമണമാണിതെന്ന് അൽ ജസീറ പ്രസ്താവനയിൽ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 230-ലധികം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരെ സ്വതന്ത്ര റിപ്പോർട്ടിംഗ് നടത്താൻ ഗാസയിലേക്ക് ഇസ്രായേൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിനാൽ അവിടുത്തെ വാർത്തകൾക്ക് അൽ ഷെരീഫ് ഉൾപ്പെടെയുള്ള പ്രാദേശിക റിപ്പോർട്ടർമാരെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സമീപിച്ചിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഡൽഹിയിൽ തെരുവുനായ നിയന്ത്രണത്തിൽ കടുത്ത ഉത്തരവുമായി സുപ്രീംകോടതി. ഡൽഹിയിലെ തെരുവുനായ്ക്കളെല്ലാം 8 ആഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിട്ടു. നായ്ക്കൾക്ക് ഷെൽട്ടറുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. നായകളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവയെ തെരുവിലേക്ക് വിടരുതെന്നും കോടതി പറഞ്ഞു. തെരുവുനായ്ക്കളെ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ പേവിഷബാധയേറ്റുള്ള മരണവും നായകളുടെ ആക്രമണവും വർദ്ധിച്ചതോടെയാണ് കോടതി സ്വമേധയാ വിഷയം പരിഗണിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ വാദം മാത്രമേ കേൾക്കൂവെന്നും നായസ്നേഹികളുടെയും മറ്റാരുടെയും ഹർജികൾ പരിഗണിക്കില്ലെന്നും കോടതി പറഞ്ഞു. തെരുവുനായ്ക്കളെ ദത്തെടുക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുക്കുക എന്നത് കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് ആവർത്തിച്ച് മന്ത്രി MB രാജേഷ്. ഫലപ്രദമായ മറ്റു മാർഗങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ABC ചട്ടം കൊണ്ട് കേന്ദ്ര തദ്ദേശ സ്ഥാപനങ്ങളുടെ കൈ കെട്ടിയിരിക്കുകയാണ്. ഡൽഹിയിലെ തെരുവുനായ പ്രശ്നത്തിലെ സുപ്രീംകോടതി ഇടപെടൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിട്ടാണ് ഇന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ഉത്തരവിൽ സുപ്രീംകോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ABC ചട്ടങ്ങളുടെ അപ്രായോഗികത മാത്രമല്ല അർത്ഥശൂന്യതയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതുമാണ്. കോടതി ചോദിച്ചൊരു കാര്യം, ഒരു തെരുവ് പട്ടിയെ ഒരിടത്ത് നിന്ന് പിടിച്ച് ABC കേന്ദ്രത്തിൽ കൊണ്ടുപോയി വന്ധ്യംകരണം ചെയ്ത് വീണ്ടും പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിടണം എന്ന ചട്ടം കോടതി പറഞ്ഞു അത് അങ്ങേയറ്റ അസംബന്ധമാണ്. ഈ തെരുവ് നായയെ പിടിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് കോടതി ചോദിച്ചത്. ABC ചട്ടം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് തെരുവ് പട്ടിയെ പിടിക്കാൻ പറയുകയാണ് എന്ന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ക്രിസ്റ്റൽ പാലസിനെ കോൺഫറൻസ് ലീഗിലേക്ക് തരം താഴ്ത്താനുള്ള യുഎഫയുടെ തീരുമാനം ശരിവെച്ച് കായിക തർക്കപരിഹാര കോടതി. യുഎഫയുടെ ബഹു ഉടമസ്ഥതാ നിയമപ്രകാരം ടീമിനെ കോൺഫറൻസ് ലീഗിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. ക്രിസ്റ്റൽ പാലസ് ഉടമസ്ഥനായിരുന്ന ജോൺ ടെക്സ്റ്ററിന് ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോണിൽ ഉടമസ്ഥതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തീരുമാനം. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് FA കപ്പ് ജേതാക്കളായതോടെയാണ് ക്രിസ്റ്റൽ പാലസിന് യൂറോപ്പ ലീഗ് കളിക്കാൻ യോഗ്യത ലഭിച്ചത്. ക്രിസ്റ്റൽ പാലസ് ആരാധകർ യുവേഫ നടപടിക്കെതിരെ സ്റ്റേഡിയത്തിന് പുറത്ത് നേരത്തെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ ലിവർപൂളിനെ തോൽപ്പിച്ച് FA കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിയ പാലസിന് ഉടൻ തന്നെ കോൺഫറൻസ് ലീഗ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കേണ്ടി വരും.